എല്ലാവർക്കും നമസ്കാരം. കാന നിർമ്മിക്കാൻ പോലും അറിയാത്ത മണഗുണാപ്പന്മാരെ കൊണ്ട് ദേശീയപാത നിർമ്മാണം കൊടുത്ത് ചെയ്യിപ്പിക്കുന്നതിൻ്റെ ദുരന്തം ഏറ്റുവാങ്ങുന്ന മുരിങ്ങൂരിലെ കോട്ടമുറി എന്ന സ്ഥലത്ത് താമസിക്കുന്ന മാസ്റ്റർ പ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ് നടത്തുന്ന രാജീവ് ഉപ്പത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ വീട്ടിൽ നിന്നുള്ളൊരു കാഴ്ചയാണ് നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കാണുന്നില്ലേ ഈ കാഴ്ച? ഇവർ ലക്ഷങ്ങൾ ചെലവഴിച്ച് കാന നിർമ്മാണം ആരംഭിച്ച അന്നു മുതൽ അതിൻ്റെ മുഴുവൻ ദുരിതവും പേറുന്ന കുടുംബങ്ങളാണ് ഈ കോട്ടമുറിയിലുള്ള ഈ ദേശീയപാതയുടെ ഇരുവശങ്ങളിലുമുള്ള വീടുകൾ. ഈ രാജീവ് ഉപ്പത്തിൻ്റെ ഓപ്പോസിറ്റ് വശത്താണെങ്കിൽ വീടുകളിൽ മുഴുവൻ വെള്ളം കയറി, നറുനാശായി, കടകളിൽ വെള്ളം കയറി. ഇവരുടെ ഈ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയ അന്നു മുതൽ ഉപജീവനം പോലും നഷ്ടപ്പെട്ടിരിക്കുന്ന സാധാരണക്കാരുടെ അവസ്ഥ പലവട്ടം ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് ഈ രാജീവ് ഉപ്പത്ത് എന്ന് പറയുന്ന ആൾക്ക് പ്രസ് ഉണ്ട്. അവിടെ പ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്, തൊഴിലാളികൾക്കുള്ള പ്രസ്. ആ പ്രസ്സിലേക്കും അവരുടെ വീട്ടിലേക്കുമാണ് ഈ വെള്ളം വരുന്നത്. ആരാണ് ഇതിന് ഉത്തരവാദിത്തം? ഇവരെന്ത് പഴച്ചു? ഈ കാന നിർമ്മിക്കാൻ പോലും അറിയാത്ത പടുവിണ്ണന്മാരെ കൊണ്ട് ദേശീയപാത കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ചതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഈ കേന്ദ്ര സംസ്ഥാന ഭരണകൂടത്തിനുള്ളതാണ്. രണ്ടുപേർക്കുണ്ട്. കേന്ദ്രത്തിന്റെ തലയിൽ വെച്ചുകെട്ടത് ദേശീയപാത എന്ന് പറയും, സംസ്ഥാനത്തിന് പറയാലോ. ആകപ്പാടെ കൂടി എത്ര നിർമ്മാണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട നിർമ്മാണ കമ്പനി PST എന്ന് പറയുന്ന കമ്പനി നടത്തിയിട്ടുണ്ടെന്നും അവർ ഏത് പട്ടികയിലാണ് പെട്ടിട്ടുള്ളതെന്നും മനസ്സിലാക്കാൻ പോലും ഇവിടുത്തെ സംസ്ഥാന ഗവൺമെന്റിന് ഇല്ലാതെ പോയോ? ഇതിന്റെ ദുരിതം മുഴുവൻ പേറിക്കൊണ്ടിരിക്കുന്നവരാണ് ഈ രാജീവ് ഉപ്പത്ത് എന്ന് പറയുന്ന കുടുംബവും, അതുപോലെ തന്നെ തൊട്ടപ്പുറത്തെ വശത്ത് ഹൈവേയുടെ അപ്പുറത്തെ വശത്ത് കിടക്കുന്ന കുടുംബങ്ങളും. ഇന്ന് ഈ കാന നിർമ്മിക്കുമ്പോൾ നിങ്ങൾ കാര്യം മനസ്സിലാക്കണ്ട. ഒരു കാന നിർമ്മിച്ചു, അത് പൊളിച്ചു. അടുത്ത കാന അവിടെ തന്നെ നിർമ്മിച്ചു, അപ്പൊ അലൈൻമെന്റ് തെറ്റി വീണ്ടും പൊളിച്ചു. പിന്നെയും നിർമ്മിച്ചു, പിന്നെയും പൊളിച്ചു. ഈ കാനയൊക്കെ എവിടേക്കാണ് പോകുന്നത്? ഇതിലെ വെള്ളം എവിടേക്കാ പോകുന്നത്? ഒരു പിടിപാടില്ലെന്ന്. ഇടിയുന്നു, കെട്ടുന്നു. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്മാരെന്താ ചെയ്യേണ്ടത്? ശരിക്കും പറഞ്ഞാൽ ഇതിലൊക്കെ ഇടപെടാൻ ഇവിടുത്തെ ഗവൺമെന്റുകൾക്ക് സമയമോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ടോൾ പിരിവ് ആരംഭിച്ചില്ലേ? കോടതിയുടെ ഇടപെടലും കണ്ടില്ലേ? ടോൾ പിരിവ് ആരംഭിച്ചു. മര്യാദയ്ക്കൊരു മഴ പെയ്തു കഴിഞ്ഞാൽ ഈ രണ്ട് സൈഡിലുള്ള വീടുകൾ മുങ്ങും. അതുപോലെയാണ് വെള്ളം വരുന്നത്. അതിനുശേഷം ഇവർ കുറെ മണ്ണ് കൊണ്ടുപോയിട്ട് അവിടെ ആ വെള്ളം വീട്ടിലേക്ക് വരാതിരിക്കാനുള്ള കാര്യങ്ങളും ചെയ്തു അവിടുത്തെ ജനപ്രതിനിധികൾ ഇടപെട്ട് കഴിഞ്ഞപ്പോൾ. അപ്പൊ ഇതാണ് ഈ ദേശീയപാതയിലെ അവസ്ഥ. ഇതുപോലെ ഓരോ ജംഗ്ഷനിലും ഇങ്ങനെയാണ്. വെള്ളം ഒഴുകാനുള്ള കാന നിർമ്മിക്കാൻ പോലുമുള്ള ബുദ്ധിയില്ലാത്ത മണഗുണാപ്പന്മാരും പട്ടുവിണ്ണന്മാരും കിളങ്ങന്മാരും. അതുപോലെ ഈ സംസ്ഥാന ഗവൺമെന്റിനൊക്കെ ശരിക്കും പ്രതിക്കൂട്ടിലാക്കണ ഇവരെ ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് പ്രതിക്കൂട്ടിലാവാൻ വേണ്ടി അറിഞ്ഞുകൊണ്ട് ഇതുപോലുള്ള നിർമ്മാണ കമ്പനികളെ പിടിച്ചേൽപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്തിനാണ് ഇവരെ സംരക്ഷിക്കുന്നത്? ഈ കമ്പനി എന്തിനാണ് ഇത് നടത്തുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ടോള് പിരിവ് നിർത്തുന്നുണ്ടോ ഇല്ലയോ എന്നല്ല. ഈ ഒടുക്കത്തടങ്ങണ കമ്പനി, ഈ PST കമ്പനി മറ്റേ തടയണ കെട്ടിക്കഴിഞ്ഞപ്പോൾ ഒഴുകിപ്പോയതും ഫ്ലാറ്റ് കെട്ടിപ്പോഴും ഇടിഞ്ഞൊളിഞ്ഞു വീണതും ഇതൊക്കെ ആര് ചെയ്തപ്പോഴാണെന്നൊക്കെ അന്വേഷിക്കാനുള്ള ബുദ്ധി പോലും ഇവിടുത്തെ ഗവൺമെന്റുകൾക്കില്ല. ജനത്തെ മുഴുവൻ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഇതുപോലുള്ള നിർമ്മാണ അപരാധങ്ങൾ നടത്തി ഇവരെ മുഴുവൻ ബുദ്ധിമുട്ടിക്കാവുന്ന. നമുക്കിതൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഒരു പ്രാവശ്യം വീട്ടിൽ വെള്ളം കയറണം. എന്റെ വീട്ടിൽ വെള്ളം കയറിയിട്ടുണ്ട്, അതുകൊണ്ടുള്ളതാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെയൊക്കെ വീടുകളിലേക്ക് വെള്ളം കയറുകയും നല്ല രസമായിരിക്കും. വെള്ളം അങ്ങോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ പിന്നെ പോയി. അതുകൊണ്ട് ഈ രാജീവ് ഉപ്പത്ത് എന്ന് പറയുന്ന ഈ ചേട്ടൻ ഒരു മഴ പെയ്യുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ നെഞ്ച് ചടപട നടിക്കും. കാരണം പ്രസ് മുങ്ങും, വീട് മുങ്ങും. എന്തൊരു ദുരിതം! ഈ ദുരിത കാഴ്ചകളൊക്കെ കണ്ടിരിക്കുന്ന ജനപ്രതിനിധികളുണ്ടല്ലോ, ഒരക്ഷരം പോലും സംസാരിക്കാതെ. ഇവിടെയുണ്ട് ചെളിവെള്ളം. ഈ ചെളിവെള്ളത്തിലിരിക്കും. ഈ വീട്ടിലെ ആളുകളുടെ അടുത്ത് വന്നിട്ട് ചെളിവെള്ളത്തിൽ നിങ്ങൾ ഇരിക്കും ജനപ്രതിനിധികൾ. പ്ലീസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാകും. ഈ പ്രഹസനങ്ങളായിട്ടുള്ള സമരങ്ങൾ ഇതൊക്കെ നടത്തി ഇതുപോലുള്ള നിർമ്മാണ കമ്പനികളെ ഇവിടെ കൊണ്ടുവന്ന് സ്വാഗതം അരുളി ഇതൊക്കെ പണി കഴിപ്പിക്കാൻ വേണ്ടി ഒത്താശ ചെയ്ത് കൊടുത്ത ആളുകളും ജനപ്രതിനിധികളും ഒക്കെ ആരാണെന്നുള്ളത് കൃത്യമായി വെളിച്ചത്ത് കൊണ്ടുവരണം. മനസ്സിലായോ? ഇവിടെ നിന്ന് അടിക്കും കേന്ദ്രത്തിന്റെ ദേശീയപാത നയവും മറ്റു കാര്യങ്ങളും ഓക്കെ, സംസ്ഥാന ഗവൺമെന്റിനും ചെയ്യാം, കേന്ദ്ര ഗവൺമെന്റിനും ചെയ്യാം, തദ്ദേശ ഭരണ സംവിധാനങ്ങൾക്ക് നടത്താം. ആരുമില്ല, ഒന്നുമില്ല. വീട്ടിലേക്ക് വെള്ളം വരുമ്പോൾ അവനവന്റെ ഗൃഹനാഥന്മാരും അവിടെ ഉള്ള ആളുകൾ ഉണ്ടാവും. ചെളി കോരി കളയാൻ ആരും ഉണ്ടാവില്ല. എന്തോ ഭാഗ്യം കൊണ്ട് ആ ചേട്ടന്റെ വീട്ടിലേക്ക് വെള്ളം കയറില്ല. അപ്പുറത്തെ വശത്ത് ദുരിതമാണെന്ന്. ഈ കാന നിർമ്മാണം തുടങ്ങി അന്നു മുതൽ ഉപജീവനം നഷ്ടപ്പെട്ട് സാധന സാമഗ്രികൾ, കടയിലുള്ള സാധനങ്ങൾ ഇത് മുഴുവൻ നശിപ്പിക്കപ്പെട്ടിരിക്കുന്ന പാവപ്പെട്ട വീടുകളും കടക്കാരും അത് അപ്പുറത്തെ വശത്തുണ്ട്. എന്തൊരു കഷ്ടം! ഇതൊക്കെ നോക്കിക്കാണാനും ഇതിലൊക്കെ ഇടപെടാനും ഒരാളും ഇല്ല കേട്ടോ. ചൂണ്ടുവരലും മഷിമുക്കാനായിട്ട് സമയമായി. നന്ദി, നമസ്കാരം. അടുത്ത മഴ എന്നാണാവോ? രാജീവേട്ട ആ പ്രസ്സും സാധനങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് പൊക്കി വയ്ക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ ചെയ്തു വയ്ക്കൂ. പ്രൈസ് ലോർഡ്. PST കമ്പനിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.